നീക്ക് എന്തിനാ എൻ്റെ കൂടെ മുറിയിൽ സംസാരം? നമ്മളെ കുഴിയിറക്കാനുള്ള പരിപാടി ഇല്ലേ? ഇനി എന്തോന്ന് കുഴിയില്ല, അത് കുഴിയിലായിരിക്കുകയല്ലേ. മോൻ്റെ സംഭവം വല്ലതും അറിഞ്ഞാ? ഓൻ്റെ സംഭവം എന്തൊരു സംഭവം? ഇവിടെ അറിയുമ്പോൾ കിടന്ന് ചാടി പൊടിക്കാനൊന്നും വേണ്ട. പറയടേ, കാര്യം പറയടേ. അടിയിട്ടി. ആർക്ക് അടിയിട്ടി? മോന്. കേശുനാ? ഓഹോ, കേശുവേ ആടിച്ചത് എന്താ ഇവിടെടാ. എന്താ ഞാടാ അടിച്ചത്? അയ്യോ, അത് അടിയെന്നൊന്നും പറയല്ല ചാ, ജസ്റ്റ് ഒന്ന് തട്ടിയതേ ഉള്ളൂ. ജസ്റ്റ് തട്ടിയതല്ല. പറയടാ, സത്യം പറ, ആടാ അടിച്ചത്? ഇതാ നിന്റെ കുഴപ്പം. എന്തെങ്കിലും കേൾക്കുമ്പോഴേ ചാടി കടിക്കാൻ വരും. അതുകൊണ്ടാണ് ഇവനിങ്ങനെ ആയിപ്പോയത്. ആരടാ അടിച്ച? എന്നെ അടിച്ച ആരടാ? മതിയാ ചോദിച്ചത്? മതിയാ? ഇങ്ങനെയാണ് ചോദിക്കാൻ. ഇതുപോലെ ചോദിച്ചാണ് ദാ ഒരുത്ത ഇങ്ങനെ ആയിപ്പോയത്. യേശുവേ, നീ അടിയും കണ്ടോണ്ട് ഇങ്ങോട്ട് വന്നാടാ. പഞ്ചപുച്ഛമടക്കി വന്നു. അത് ആരടിച്ചത്? തിരിച്ചടിക്കാൻ പറ്റാത്ത ഒരാളായിപ്പോയി. അത്ര വലിയാണെങ്കിൽ എഴുന്നൊരു കടിയെങ്കിലും കൊടുക്കട്ടാടാ. എന്നാ കിടിലത്തിന്റെ പേര് പറയട്ടാ. മെർലിൻ. ഓ, ഇവിടെ വരണ വെച്ചു ചായക്കെ കുടിക്കണ വെച്ചു. ഓ, അതന്നെ അവന്റെ കൂട്ടുകാരി. അയ്യോ, ആ കൊച്ചെന്ത് നിന്നെ അടിച്ചത്? അത് മാത്രം അവൻ പറഞ്ഞില്ല. നീലു ആ കൊച്ചിനെ വിളിച്ചു ചോദിക്കാൻ ഫോൺ എടുത്തു. അവൻ ഫോണും പിടിച്ചു മേടിച്ചോണ്ട് ഓടി. എന്നിട്ട് അവളെവിടെ? അവള് ബാങ്കിൽ എന്തോ ആവശ്യത്തിന് പോയേക്കുന്നു. അവള് നിന്നെ ഭയങ്കര അടിയാണ് അടിച്ചത്. അച്ഛൻ വിടച്ച, ഇതൊക്കെ ചീള് കേസ്. നമുക്ക് എത്ര കിട്ടിയേക്കണ്, നമ്മൾ എത്ര കൊടുത്തേക്കണ്. ഇത് ഞാൻ വിട്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കേസായിപ്പോയി. അവക്ക് അമ്മേച്ചനുണ്ടല്ലോ, നിനക്കും അമ്മേച്ചനുണ്ട്. രണ്ടും കൂടെ ചോദിക്കട്ടെ. അച്ഛാ വേണ്ട അച്ഛാ, അവിടെ ഒരു പാവം കൊച്ചാണ്, വിട്. പണ്ട് ഞാനും നിന്റെ അമ്മയും കൂടെ പ്രേമിക്കുന്ന സമയത്ത് ഇതുപോലെ അടി കൂടും. അതുപോലെയാണാ നിങ്ങൾ തമ്മിൽ? ആണാടാ? പിന്നെ ഈ അടി കിട്ടിയതിൽ അതിൽ തെറ്റും പറയാനും പറ്റൂല. ആ മെർലിനെ എൻ്റെ അകത്ത് കയറ്റി കഴുത്തിന് കുത്തിപ്പിടിച്ച് ഊക്കി നിർത്തി. അതിപ്പോൾ ജീവൻ കൊണ്ടാണ് ഓടിപ്പോയത്. അതാര് കഴുതി കുറിപ്പിച്ച് നിർത്തിയത്? വേറെ ആരുമല്ല, എൻ്റെ ഭാര്യ. എടാ, ഇതെന്ന്? നിങ്ങളാരും ഇവിടെ ഇല്ലാത്ത ദിവസം. ഇങ്ങനെ വേണമെങ്കിൽ ശിഷ്ടകാലം ഞാൻ ജയിലിൽ കിടക്കാം. മെർലിൻ എടാ കേശു? ഞാൻ വിട്ടച്ഛ, ഞാൻ വിട്ട കേസ് വിട്ടെന്ന്. വിട്ടാ? അതെ, മെർലിൻ്റെ അച്ഛല്ലേ? യെസ്, മെർലിൻ്റെ ഡാഡിയാണ് വിൻസെന്റ് ഗോമസ്. യെസ്, തോമസ്. നോ, വിൻസെന്റ് ഗോമസ്. ബ്രദറിനുള്ള? ബ്രദർ ഇല്ല. ബ്രദറിനുള്ള? ബ്രദർ ഇൻ ലോ. ഓ ഹോ ഹോ, ഭാര്യയുടെ അനിയൻ. ബ്രദറിനുള്ള? ബ്രദറുണ്ട്. ഓ, ഐ സീ. ഹൂ ആർ യു? മീ? യെസ്, ഐ ആം ദ ഫാദർ ഓഫ് കേശു. ഹൂ ഇസ് കേശു? മെറിൻസ് ഫ്രണ്ട്. അതായത് ചേട്ടാ, വലിയ പ്രശ്നമൊന്നും ആകണ്ട. പിള്ളേർ തമ്മിൽ വഴക്കാണ്. എന്തോ ഇത്? പിള്ളേരില്ലേ, കേശുവും മെർലിനും അവര് നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഹൈ ക്ലോസ്. ഞങ്ങൾ ടോപ്പ് ക്ലാസ് ആണ്. നമ്മൾ മിഡിൽ ക്ലാസ് ആണ്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ വെദർ യു ആർ ഹൈ ക്ലാസ് ഓർ മിഡിൽ ക്ലാസ്. പൂവർ മാൻ. ശ്രീകുട്ടാ, ഇത് റൂട്ട് വേറെ. തോമസേ, പറഞ്ഞ കാര്യങ്ങൾ കേക്ക്. വിൻസെന്റ് ഗോമസ്. എന്തായായിക്കോട്ടെ, ഈ നീട്ടി വിളിച്ച് പറയാൻ നിന്നാ സമയം എടുക്കും. ഞാനൊരു ചെറിയ കോൺട്രാക്ടറാണ്. എൻ്റെ മോനാണ് കേശു. എൻ്റെ മോനും നിങ്ങളെ മോള് മെർലിൻ തമ്മിൽ ചെറിയൊരു അടുപ്പമൊക്കെയാണ്. പിന്നെ അടുപ്പം കൂടുമ്പം അങ്ങോട്ട് ഇങ്ങനെ ചെറിയ സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെറിയ സ്നേഹമുണ്ട്. ഇന്ന് ഏത് ഫിലോസഫറാ പറഞ്ഞിരിക്കുന്നത്? ശൂലങ്കുടി വീട്ടിൽ ബാലചന്ദ്രൻ തമ്പി. അങ്ങനെ ഒരു ഫിലോസഫറെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഉണ്ട്, ഞാൻ തന്നെ. ഞാൻ പറഞ്ഞ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ? ഓഫ് കോഴ്സ്, മലയാളം എൻ്റെ മദർ ടങ്ങാണ്. ഈസിലി അണ്ടർസ്റ്റാൻഡ്. ശ്രീകുട്ടാ, ഞാൻ പറഞ്ഞു മടുത്ത്. നീ എന്താണെന്നുണ്ടെങ്കിൽ പറയടേ. ചേട്ടാ, മെർലിനും കേശുവും തമ്മിൽ പിണങ്ങി. അപ്പം എന്തോ സംസാരത്തിൻ്റെ ഇടയിൽ മെർലിൻ കേശുവിനെ അടിച്ചു. വാട്ട്? അത് പിള്ളേർ തമ്മിൽ സ്നേഹത്തിലാണ്. അപ്പോൾ അത് ചോദിക്കാമെന്ന് കരുതി ഞാനും ചേട്ടൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വന്നതാണ്. എൻ്റെ മോനായതുകൊണ്ട് ഞാൻ പറയല്ല. സ്മാർട്ടാണ്, നന്നായിട്ട് പഠിക്കും. പിന്നെ വലിയ കുടുംബത്തിലുള്ളതാണ്. ഏക്കർ കണക്കിന് സ്വത്തുണ്ട്. അവൻ്റെ പേരിൽ തന്നെ അല്ലടാ,
ഇഷ്ടംപോലെ സ്വത്തുണ്ട്. ഇനി അതാ അവന് ജോലി കിട്ടിയില്ലെങ്കിലും ഇരുന്ന് തിന്നാൻ വേണ്ടി 3 തലമുറയ്ക്ക് തിന്നാൻ വേണ്ടിയുള്ള സ്വത്ത് യേശുവിനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മിസ്റ്റർ ഗോമസ് ഗോമസ്, ഒരു 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരും. മെർലിനെ ഞങ്ങൾക്ക് തരുമോ? മെർലിൻ 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 എന്താ ഡാഡി? ഇവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഹു ഈസ് കേശു? ഡു യു ഹാവ് എനി കണക്ഷൻ വിത്ത് ഹിം? കൊച്ചിനെ ഇങ്ങനെ പേടിപ്പിച്ച് വിട്ടാ പിന്നെ അത് പറയണ എങ്ങനെ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.